നമസ്കാരം. പശ്ചിമേഷ്യ വീണ്ടും പൊട്ടിത്തെറിയുടെ വക്കിലാണ്. ഒരു യുദ്ധത്തിന്റെ ശബ്ദം മാത്രമല്ല, ലോകവ്യാപകമായ സാമ്പത്തിക ചലനങ്ങളുടെയും മനുഷ്യാവകാശ പ്രതിസന്ധികളുടെയും കാറ്റുകൂടി ഇവിടെ വീശി തുടങ്ങുകയാണ്. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ ഉപരോധം ഇറാന്റെ തുറമുഖങ്ങളിലേക്കുള്ള കടൽ ഗതാഗതത്തെ തന്നെ ലക്ഷ്യമിട്ട് ഒരു രാജ്യത്തെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം എന്നതിലുപരി ആഗോള വ്യാപാരത്തിന്റെ രക്തയാനികളായ കടൽപാതകളെ പിടിച്ചുകെട്ടാനുള്ള അപകടകരമായ നീക്കമായി മാറുകയാണ്. ഇറാനെതിരെ US ഏർപ്പെടുത്തിയ പുതിയ ഉപരോധം ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാത്രി 7:30 നിലവിൽ വന്നു. ഇറാന്റെ തുറമുഖങ്ങളിലേക്കും തീരപ്രദേശങ്ങളിലേക്കും പോവുകയും വരികയും ചെയ്യുന്ന കപ്പലുകളെ രാജ്യഭേദമില്ലാതെ തടയുമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റേതല്ലാത്ത തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾ ഹോർമോസ് വഴി കടത്തിവിടുമെന്നും പറഞ്ഞു. അതേസമയം ഹോർമോസ് പൂർണ്ണമായി ഇറാന്റെ നിയന്ത്രണത്തിൽ തുടരുമെന്നും അതിലൂടെ സൈനികേതര കപ്പലുകൾ മാത്രമേ കടത്തിവിടുകയുള്ളൂ എന്നും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും പടക്കപ്പലുകൾ ഹോർമൂസിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പും നൽകി. US നാവികസേനാ കപ്പലുകൾക്കു നേരെ വന്നാൽ ഇറാന്റെ കപ്പലുകളെ തകർക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കി.